ഗൾഫിൽ കൺസ്ട്രക്ഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളും കൺസ്ട്രക്ഷൻ കൺസൾട്ടൻസി ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും ശ്രദ്ധയ്ക്ക് പുതിയൊരു റേറ്റിംഗ് സിസ്റ്റം വരാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ദുബായിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന 2 കൺസൾട്ടൻസി സ്ഥാപനങ്ങളെയാണ് ദുബായ് മുനിസിപ്പാലിറ്റി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. റീസൺസ് നോക്കുവാണെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല, ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള വയലേഷൻ, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 6 മാസക്കാലം വർക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടം സംഭവിക്കും, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും, ആളുകൾക്ക് ജോലിയില്ലാത്ത അവസ്ഥ തുടങ്ങി കുറെ പ്രശ്നങ്ങളാണ് അല്ലെ. ഒപ്പം ഇതോടുകൂടിയിട്ട് ദുബായ് മുനിസിപ്പാലിറ്റി ഒരു പുതിയൊരു റേറ്റിംഗ് സിസ്റ്റം കൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതുവഴി വരുന്ന പുതിയ ഓണേഴ്സിനും ഡെവലപ്പേഴ്സിനും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കൺസൾട്ടൻസി വർക്ക് കൃത്യമായിട്ട് ഓൺ ടൈം ചെയ്തു കൊടുക്കുന്ന ആളുകളാണോ, ഇവരുടെ ഒരു കമ്പനി ക്രെഡിബിലിറ്റി എങ്ങനെയാണ്, സ്റ്റാഫ് എഫിഷ്യൻസി എങ്ങനെയാണ്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എങ്ങനെയാണ്, ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എളുപ്പത്തിൽ റേറ്റിംഗിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 2026 തുടക്കത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം പൂർണ്ണമായിട്ടും ഇവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോണത്. സോ നിലവിൽ കൺസ്ട്രക്ഷൻ മേഖലകളിൽ അപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളും ഒപ്പം തന്നെ എഞ്ചിനീയേഴ്സും സൂപ്പർവൈസേഴ്സും കമ്പനി ഓണേഴ്സും ഒക്കെ തന്നെ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ സ്ഥാപനം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ ഈ ഒരു റേറ്റിംഗ് സിസ്റ്റത്തിലൂടെ അത് വളരെ മോശമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്.